ആയുർസ്കാരത്തിന് ഉദ്ഘാടനം കയറുമ്പോൾ തുറന്നു വെച്ചാൽ കയറിയ വാതിലൂടെ ഈ സൂര്യപ്രകാശം വെയിലിങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നി മേൽക്കുലയിൽ പടിഞ്ഞാട്ടാണ് ഈ വാതിൽ. അപ്പൊ തോന്നിയപ്പോ തങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണെന്ന് തോന്നുന്നു, തങ്ങളുടെ കണ്ടു. അപ്പൊ വെച്ചു നോക്കുമ്പോ ഇവന്റെ നിരക്കാണ് വാതിൽ. വേറെ പുറത്തുകൂടെ വരാൻ വാതിലുണ്ടല്ലേ, പുറത്തുകൂടെ വഴിയില്ല. കാരണം നല്ല സ്ഥലത്തന്നെ ഉള്ളൂ. പിന്നെ ഒരു വഴി വെക്കാനൊക്കെ ഇല്ല. അപ്പൊ എഞ്ചിനീയർ ഇവരോട് കൊടുക്കുന്നില്ല. എഞ്ചിനീയർ ആണ് അടയ്ക്കാറ്. എഞ്ചിനീയർ മുസ്ലിമാണ്, അയാളെ വിളിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ വന്നു. അപ്പൊ നോക്കുമ്പോ പള്ളിയിൽ ഇങ്ങനെ ഈ ലൈനിങ്ങനെ തിരിച്ചടക്കില്ല. ആ മൂലക്കാണ് മിഹ്റാബ്. ആ മൂലയിലെ മിഹ്റാബ് അത് ഏകദേശം വടക്ക് പടിഞ്ഞാറായിട്ടാണ് മിഹ്റാബ്. ഇങ്ങനെ വിലകത്തിലേക്ക് സെർപ്പിന്റെ തീരുന്നു. അപ്പൊ ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു അത് വീടോട് സൗകര്യപ്പെടുത്തിയതാണ്. പിന്നെ വാതിൽ പണില്ലാതെ നിർത്താൻ നോക്കിയില്ല. അത് മിഹ്റാബിലാണ്. ഇനി ഞാൻ പറയുന്നത് വേഗത്തിലെ കാര്യമാണ്. അപ്പൊ എന്തായി കാരണം അറിയില്ല. അറിയാത്തതിന്റെ ഇക്കവരാണ്. ഇത് നമ്മുടെ കേരളത്തിലെ വർത്തമാനാണ്, വേറെ ഒരു രാജ്യത്തിൽ കിട്ടുന്നതല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇൽമില്ലാതെ വന്നാൽ, അറിയാതെ വന്നാൽ ഇത് പറഞ്ഞിട്ട് അപ്പുറം സമ്മതിക്കും. അതേപോലെ അതിനടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു പള്ളിയിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ 4 ഭാഗത്ത് തിരിച്ചിട്ട് ഇങ്ങനെ കർട്ടൻ ഇട്ടു. അപ്പൊ എന്താ ചോദിച്ചപ്പോ ആ പള്ളി ഇംഗ്ലീഷ് മീഡിയം നടത്താൻ പാടാണ്. 4 ക്ലാസ് റൂമുണ്ട്. 4 ക്ലാസ് റൂമാക്കി തിരിച്ചിരിക്കാണ് കർട്ടൻ പള്ളി. അപ്പൊ പള്ളി കമ്മിറ്റി പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒഴിവായി വിമാന എല്ലാത്ത ദിവസവും പ്രശ്നമില്ല. അവിടെ നിർദ്ദേശ പരിപാടി. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം നടത്താൻ പാഠം 2000 രൂപ ഒരു മാസം 2000 രൂപ പാഠം. ഇത് ആരാ കൊടുത്തത്, ആരാ വാങ്ങിയത്, രണ്ടും രാജ്യം. അപ്പൊ വിവരമില്ലാത്തതിന്റെ കാര്യമാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലൊന്നും സാധാരണക്കാരെന്തായാലും വരില്ല. എന്താ കാരണം? ഒരു കുറെ പഠിച്ചിട്ടല്ല, പഠിച്ചവരുമായുള്ള ഒരു സമ്പർക്കം. അതിന്റെ കാരണം ദർസ്, താലിമീങ്ങൾ, അവരുമായുള്ള കൂട്ടുകെട്ടും ബന്ധവും. അതുകൊണ്ട് ഒരു ദർസ് ഇവിടെ സ്ഥാപിച്ച് ആ ദർസിൽ കുറെ കുട്ടികൾ താലിമീങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ കുട്ടികളെ കൂടി അവിടത്തേക്ക് പറഞ്ഞേക്കും ചെയ്താൽ ആ കുട്ടികൾ നാട്ടുകാരായി തന്നെ ആയിരിക്കുന്നുണ്ടാവും. അങ്ങനെയില്ലേ? നാട്ടുകാർ സ്വന്തം നാട്ടിൽ കുറച്ച് ആയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ട ബാബുസ്താദ്, നമ്മുടെ അങ്ങനത്തെ ബാബുസ്താദ് പ്രധാനമായും നാട്ടിൽ തന്നെയാണ്. നാട്ടുകാരനായി പള്ളിയിൽ അങ്ങനെ ഓതി ഇന്ന് പാരായി വലിയ ആര്യമായി ഒരുപാട് മുസ്ലിംകൾ ചെയ്ത ഒരു വലിയ അപ്പോ സ്വന്തം നാട്ടുകാരായ കുട്ടികളെ കൂടി നമ്മൾ ദർസിലേക്ക് പറഞ്ഞയച്ചു കൊടുക്കണം. ഇവിടുത്തെ മുദരിസ് നല്ല പ്രാപ്തിയുള്ളവനാണ്, നല്ല സ്വഭാവമുള്ളവനാണ്. ആ തരത്തിൽ കുട്ടികളുമായി കുട്ടികളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികളെ കൂടെ അദ്ദേഹം നന്നാക്കിയെടുക്കും. അള്ളാഹു നല്ല തരത്തിലുള്ള ദർസ് ബഹുമാനപ്പെട്ട തരുണസ്ഥാനം എപ്പോഴും പറയാനുള്ളത് ഇവിടുത്തെ ദർസിന്റെ കാര്യങ്ങളെ. അതുകൊണ്ട് അവിടുന്ന് സന്തോഷിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല ദർസായി ദർശനെ അള്ളാഹു ഉയർത്തട്ടെ, വളർത്തട്ടെ. ആ ദർശനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാ വഴികളും തുറന്നു തരട്ടെ. നാം എല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഇനിയും വലുതാക്കി കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്കുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.